ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും വളർച്ചയുടെ പടവുകൾ ഉണ്ടായിട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എനിക്ക് തന്നിട്ടുള്ള 5 നിമിഷമാണ്. 5 നിമിഷത്തിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇനി ഏറെ പറയാനുള്ള ഇവിടുത്തെ സ്റ്റാഫിനെയാണ്. ഇത്രയും സജീവ സാന്നിധ്യവും സന്മനസ്സും ആരെയും സ്വാഗതം ചെയ്യാനുള്ള അവരുടെ മനസ്സും ഞാൻ ഇതിനകത്ത് വളരെയേറെ അഭിമാനത്തോടെ സ്മരിക്കുകയാണ്. കാരണം ആര് വന്നാലും പുഞ്ചിരിയോടുകൂടിയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഏക ആണിക്കല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫാണ്. നമ്മൾ എത്ര മുതൽ മുടക്കിയാലും സ്റ്റാഫിൻ്റെ സജീവ സാന്നിധ്യം നമുക്കില്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്റ്റാഫും അതുപോലെ തന്നെ അമ്മ സന്തോഷ് കുമാർ എന്ന വ്യക്തിയും ഈ വ്യക്തിത്വത്തിൻ്റെ ഞാൻ ഏറെ പറയേണ്ട കാര്യമില്ല. വളരെ വളരെ വളരെയേറെ മനസ്സുള്ള ഒരാളാണ്. കിട്ടുന്ന ഞാൻ ഇദ്ദേഹത്തിനെ തിരിച്ചറിയുന്നത് നടക്കലൊരു പാർട്ടിക്ക് പുരയുടെ മേടിച്ചു കൊടുത്ത് വീട് വെച്ചു കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ഉദ്ഘാടനത്തിനാണ് എന്നെ ക്ഷണിച്ചത്. ആദ്യമായിട്ട് ഞാനവിടെ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ആ മനസ്സിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക. എന്താണ് മനസ്സ്? നമ്മുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ്, അതാണ് സന്തോഷ് കുമാറിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ ഉയർച്ച ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ എല്ലാവിധമായ ഉയർച്ച അദ്ദേഹത്തിന് പ്രദാനം ചെയ്യേണ്ടത് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും ബഹുമാനിതേ, ഏറ്റവും പ്രിയങ്കരനായ അമ്മ സന്തോഷ് കുമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ, ആശംസകൾ. അമ്മ ഗോൾഡ് എന്റർപ്രൈസസിനെ കുറിച്ചൊന്നും നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വളർത്തി